ശ്രീ കേശവദാസ്, ഇനി എന്താണ് അടുത്ത ഘട്ടം? വളരെ പെട്ടെന്ന് ശ്രീ കേശവദാസ്. രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. ഒന്ന്, നമ്മളെ സംബന്ധിച്ച് കുറച്ച് നേരത്തെ നമ്മുടെ സ്വാമിജി വളരെ വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞു, നിയമപരമായ നടപടികളായിട്ട് മുന്നോട്ട് പോകും. രണ്ട്, നമ്മൾ ആ പരിപാടി പൂർണ്ണമായി നടപ്പിലാക്കും. അതായത് നമ്മൾ ഉദ്ദേശിച്ച എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മൾ ഈ ആധ്യാത്മിക സാംസ്കാരിക മേള ആയതുകൊണ്ട് അതിൽ ചടങ്ങുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ ചടങ്ങുകളെല്ലാം പൂർണ്ണമായും നമ്മൾ നടപ്പിലാക്കും. രണ്ടാമത്തെ കാര്യമാണ് അവിടെ വരുന്ന ആളുകൾക്കുള്ള സൗകര്യം, അടിസ്ഥാന സൗകര്യം. ആ കാര്യത്തിലാണ് ചെറിയൊരു ആശങ്ക നിലനിൽക്കുന്നത്. അതിന് പൂർണ്ണമായിട്ട് ഇവരുടെ, അതായത് സർക്കാരിൻ്റെ പിന്തുണ ആവശ്യപ്പെട്ടതും ആ കാര്യത്തിന് വേണ്ടി മാത്രമാണ്. ഇതിലിപ്പോൾ ഒന്ന്, നമ്മളെ സംബന്ധിച്ച് ഈ ആധ്യാത്മിക തലത്തിൽ നോക്കുന്ന സമയത്ത് നമ്മുടെ ഈ മേളയെ സംബന്ധിച്ച് നമുക്കറിയാം, അത് വിഭാവനം ചെയ്തത് തന്നെ നമ്മുടെ എല്ലാ വിഭാഗം, ഹിന്ദു സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെയും പാരമ്പര്യവും വിശ്വാസവും ഒക്കെ നോക്കി കണ്ടുകൊണ്ട്, ദേവതാ സങ്കല്പങ്ങളെല്ലാം നോക്കി കണ്ടുകൊണ്ടുള്ള ആചാര്യന്മാരാണ് വിവിധ ദിവസങ്ങളിലായിട്ടുള്ള ചടങ്ങുകളിൽ വരുന്നത്. അതെല്ലാം നമ്മൾ മണൽപ്പരപ്പിലല്ലാതെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നടത്താൻ നമുക്ക് സാധിക്കും. പക്ഷെ അതേസമയം തന്നെ അതൊരു വരുന്ന ആളുകൾ, നേരത്തെ സൂചിപ്പിച്ച പോലെ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്ന് വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളെ ഉൾക്കൊള്ളാനുള്ള ഒരു സംവിധാനം ക്ഷേത്രത്തിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചത്. നമ്മൾ ഈ നദീതരത്തിലേക്ക് കിടക്കണം എന്ന് ആലോചിച്ചത്. ഈ നദീതരത്തിൽ ആദ്യമായിട്ടല്ല ഇങ്ങനെ ഒരു പാലം വരുന്നത്. കാരണം സർവോദയ മേളയ്ക്ക് എല്ലാ വർഷവും ഇതേ സ്ഥലത്ത് പാലം നിർമ്മിക്കാറുള്ളതാണ് പഞ്ചായത്ത്. ഈ വർഷവും സർവോദയ മേളയ്ക്ക് ഇടപെടുകയാണ് സമയക്കുറവുകൊണ്ട് മാത്രം. ശ്രീ സെൻകുമാർ സാർ, സ്വാമിജി തന്നെ പറഞ്ഞു ശക്തമായ നിയമ പോരാട്ടത്തിലേക്ക് ഇനി കടക്കേണ്ടി വരും. അങ്ങ് തന്നെ നേരത്തെ ആഹ്വാനം ചെയ്തതുപോലെ ലീഗലി അഗ്രസീവ് ആകുന്ന തരത്തിലേക്ക് ഒരു മൂഡ് ചേഞ്ച് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഇനി പോകേണ്ടതുണ്ട്. നിയമപ്രകാരം തന്നെ ഈ യുദ്ധം, ഈ പോരാട്ടം തുടങ്ങേണ്ട ഒരു അനിവാര്യതയിലേക്ക് കേരളത്തിലെ സനാതനധർമ്മ വിശ്വാസികളൊക്കെ എത്തി നിൽക്കുന്നു. അങ്ങനെ വിലയിരുത്തേണ്ടി വരും അല്ലേ ശ്രീ ടി പി സെൻകുമാർ? തീർച്ചയായിട്ടും നമ്മൾ കാണേണ്ടത്, ഇപ്പം നന്ദഗോവിന്ദം ഭജൻസ് എന്ന് പറയുന്നുള്ള ആ ഭജൻ പാടുന്നവരെ, അവർ പാടുന്നത് കൊണ്ട് ഹിന്ദു യുവജനത ക്ഷേത്രങ്ങളിലേക്കും ഹൈന്ദവത്വത്തിലേക്കും വരുന്നു. അതുകൊണ്ട് അത് നമ്മൾ ഇല്ലാതാക്കണം എന്ന് പറയുന്ന വിഭാഗം 2-3 ഉണ്ട്. ഇപ്പം അതിനൊക്കെ പകരമായിട്ട് DYFIയുടെ നേതൃത്വത്തിൽ പാട്ട് പാടുന്നത് ഞാൻ കണ്ടു. അവർ വന്യമൃഗങ്ങളെ ഇറങ്ങുന്ന സ്ഥലത്ത് പാട്ട് പാടുകയാണെങ്കിൽ ഒരുപക്ഷെ പേടിച്ച് അവർ തിരിച്ചു പോയേക്കും. ആ രീതിയിലുള്ള പാട്ടാണ്. അപ്പോൾ അതേപോലെ നമ്മൾ എന്തെങ്കിലും ചെയ്ത് നന്നാകാൻ സാധ്യതയുണ്ടോ എവിടെയെല്ലാം അടയ്ക്കാനായിട്ട് ഒരു ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്ന്, ലീഗലി നമ്മൾ അഗ്രസീവായിട്ടേ പറ്റൂ. ആ ലീഗൽ അഗ്രസീവ്നെസ് കൊണ്ട് കുറേയധികം പ്രയോജനം ഉണ്ടാകും. അപ്പോൾ ആ ലീഗൽ അഗ്രസീവ്നെസ് വരാനായിട്ട്, ഇപ്പോൾ ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ, കൊല്ലം എന്ന് പറയുന്നൊരു സ്ഥലം കോഴിക്കോട് ജില്ലയിലുണ്ട്, കൊയിലാണ്ടി താലൂക്കിൽ. ആ കൊയിലാണ്ടി താലൂക്കിൽ കൊല്ലം, അവിടെ ഒരു പാറപ്പള്ളി എന്ന് പറയുന്ന പള്ളിയോട്, അതൊരു പാറയുടെ പുറത്താണ്. ആ പാറ കടലിലേക്ക്, വളരെ ഉള്ളിലേക്ക്, കടലിൻ്റെ ഉള്ളിലേക്ക് നിൽക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററോളം ഏരിയ പബ്ലിക് പ്രോപ്പർട്ടി, അത് അവിടുത്തെ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വളഞ്ഞെടുത്ത് കഴിഞ്ഞു. അതിനെതിരെ ഒരു നടപടിയും ഇവരാരും എടുക്കുന്നില്ല. മനസ്സിലായോ? അതിനെതിരെ പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ റൈറ്റ് ടു ഇൻഫർമേഷനിൽ ഡാറ്റ കൊടുക്കില്ല. അതെന്തെങ്കിലും പറഞ്ഞ് ഇല്ലാതാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു വിഭാഗത്തിന് ചെയ്യാനായിട്ട് സൗകര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കേണ്ടത്, അങ്ങനെയുള്ള സ്ഥലത്ത് തീർച്ചയായിട്ടും നമ്മൾ ആ ലീഗലി അതിനെ ആദ്യം പ്രൊസീഡ് ചെയ്യണം. ലീഗലി നമ്മുടെ റൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. ആ റൈറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്താൽ ഈ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് അതനുസരിച്ച് തന്നെ പ്രവർത്തിക്കേണ്ടി വരും. കാരണം അവരിപ്പോൾ കാണുന്നത് അങ്ങനെ ഒരു പ്രഷർ അവരുടെ മേളിൽ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രഷർ ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ആ ലീഗൽ അഗ്രസീവ്നെസ്സിലേക്ക് നമ്മൾ പോകണം. അതോടൊപ്പം പൊളിറ്റിക്കൽ അഗ്രസീവ്നെസ്, നമ്മുടെ വോട്ട് മാറ്റർ ചെയ്യുന്ന സ്ഥലത്ത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 1-ാം നമ്പറിനും 2-ാം നമ്പറിനും പുറകിലായി നമ്മൾ 3-ാം നമ്പറിലാകുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങളിൽ ചില സ്ഥലത്തെങ്കിലും ഏറ്റവും അധികം ഹിന്ദുക്കളെ ആക്രമിക്കുന്ന ഹിന്ദു നാമധാരികളെ
എന്ന് തന്നെ ഞാൻ പറയാം. ആ ഹിന്ദു നാമധാരികളെ പരാജയപ്പെടുത്താൻ നമ്മൾ എന്ന് തയ്യാറാകുന്നോ ആ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം ഇതിൽ ഒരു 60% പ്രോബ്ലം നിൽക്കും. നമ്മൾ തയ്യാറാണോ? ഞാൻ പേരെടുത്ത് പറയാം. VD സതീശൻ, നോർത്ത് പറവൂർ, 10,000 വോട്ട് ഭൂരിപക്ഷമുള്ളൂ. ഹിന്ദുക്കളുടെ വോട്ട് BJP അല്ലെങ്കിൽ BDJ സ്ഥാനാർത്ഥിയെ നിർത്തി കൊടുക്കാതെ അവിടെ രണ്ടാമത് വരുന്ന ആൾക്ക് കൊടുത്ത് ഈ ഹിന്ദുക്കളെ ഏറ്റവും അധികം ഭർഷിക്കുന്ന അങ്ങനെ തോൽപ്പിക്കാൻ നമ്മൾ തയ്യാറാണോ? ഇതുപോലെ നിരവധി പേര് എനിക്ക് പറയാൻ പറ്റും. തീർച്ചയായും. കാരണം ഒരു മുസ്ലിം ചെയ്യാത്ത പോലെ ഹിന്ദുവിനെതിരെ പറയുന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വലിയ പിന്തുണയുണ്ടല്ലോ ശ്രീ TP സെൻകുമാർ സർ. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ശ്രീ അനിൽ വിളയിൽ അവസാനം 2 മിനിറ്റ് ഒറ്റക്കെട്ടായി മുന്നോട്ട്, അല്ലാതെ നമുക്കിനി മറ്റൊരു വഴിയുമില്ല. ശ്രീ അനിൽ വിളയിൽ കൺക്ലൂഡ് ചെയ്യാം. 2 മിനിറ്റ്. തീർച്ചയായിട്ടും കഴിഞ്ഞ മഹാകുംഭമേളയിൽ UP സർക്കാർ എത്രമാത്രമാണ് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധി ഉണ്ടായത് എന്നുള്ളതിനെ പറ്റി കൂടി ശ്രീ പിണറായി വിജയൻ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. യോഗി ആദിത്യനാഥിന്റെ അടുത്ത് ഒരു ദിവസമെങ്കിലും പോയി ഇദ്ദേഹം ഒന്ന് സന്ദർശനം നടത്തി എപ്രകാരമാണ് ഒരു കുംഭമേള സർക്കാർ സംവിധാനത്തിൽ കൂടി വിജയിപ്പിച്ചതെന്ന് മനസ്സിലാക്കാൻ അദ്ദേഹം ഒന്ന് ശ്രമിക്കണം. രണ്ടാമത്തെ കാര്യം, വിശ്വ ഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കുകയാണ്. കേരളത്തിന് പുറത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകരും അതുപോലെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രധാനപ്പെട്ട ആയാമായിട്ടുള്ള സന്യാസി സമൂഹത്തിന്റെ പ്രവർത്തകരും ഒക്കെ തന്നെ ഈ കുംഭമേളയിൽ, ഈ നാവാമുകുന്ദന്റെ സന്നിധിയിൽ നടക്കുന്ന കുംഭമേളയിൽ പങ്കെടുക്കണമെന്നുള്ള ആഹ്വാനവും ഞങ്ങൾ ഇതേ അവസരത്തിൽ പുറപ്പെടുവിക്കുകയാണ്. ആ ആഹ്വാന പ്രകാരം ഈ പിണറായി വിജയനെ തടുക്കാൻ ഒക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് 1000 10,000 നാവാമുകുന്ദന്റെ സന്നിധിയിൽ എത്തിച്ചേരുമെന്നും ഈ കുംഭമേള വരും വർഷങ്ങളിൽ ഒരു മഹാകുംഭമേളയ്ക്ക് തുല്യമായ രീതിയിലുള്ള ജനപങ്കാളിത്തമുള്ള ഒരു വലിയ സംഭവമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പിണറായി വിജയന്റെ വെല്ലുവിളിയെ കേരളത്തിലെ എന്നല്ല ഭാരതത്തിലെമ്പാടുമുള്ള ഹൈന്ദവ സംഘടനകൾ സധൈര്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ഒരു സ്റ്റോപ്പ് മെമ്മോ കൊണ്ടൊന്നും ഇത്തരത്തിലുള്ള ഈ ഹിന്ദുവിന്റെ സനാതന വിരാട് രൂപത്തിനെ തകർക്കാനുള്ള കഴിവും പ്രാപ്തിയും ഒക്കെ പിണറായി വിജയൻ 1-2 ജന്മം ജനിച്ചാൽ പോലും കിട്ടുകയില്ല. അദ്ദേഹത്തിന്റെ മരുമകൻ ടൂറിസം മന്ത്രിയാണല്ലോ. അദ്ദേഹം ഇതൊന്ന് ചിന്തിക്കണമായിരുന്നു. അമ്മായിയപ്പൻ എന്തെങ്കിലും മണ്ടത്തരം പറ്റിയിട്ടുണ്ടെങ്കിൽ മരുമോനൊന്ന് തിരുത്തി കൊടുക്കണം. കേരളത്തിന്റെ സാംസ്കാരിക ടൂറിസത്തിന് എത്രമാത്രം ഗുണപ്രദമായി മാറുമായിരുന്ന ഒരു സംഭവത്തിനാണ് സ്റ്റോപ്പ് മെമ്മോ എന്ന് പറയുന്ന ഒരു ഉമ്മാക്കി പേപ്പർ കാണിച്ചുകൊണ്ട് തടയാൻ ശ്രമിച്ചത്. അതുകൊണ്ട് 100 കണക്കിനല്ല 10,000 കണക്കിന് വിശ്വ ഹിന്ദു പരിഷത്ത് പ്രവർത്തകര്, നാഗ സന്യാസിമാരൊക്കെ തന്നെ കേരളത്തിന് വെളിയിൽ നിന്നും ഈ കുംഭമേളയിൽ പങ്കാളികളായി ഇതിനെ വിജയിപ്പിക്കുക തന്നെ ചെയ്യും. വളരെ നന്ദി. ഈ ഡിബേറ്റ് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് സ്വാമിജി പറഞ്ഞ വാക്കുകൾ തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. 18-ാം തീയതിയാണ് ഈ പവിത്രമായ ചടങ്ങ് നടക്കാൻ അല്ലെങ്കിൽ ആരംഭിക്കാൻ പോകുന്നത്. 19-ാം തീയതി ധർമ്മധ്വജാരോഹണം നടത്തുന്നത് കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഗവർണറാണ്. ഗവർണർ അടക്കം എല്ലാ VVIPകളും അവിടെ എത്തും, ഭക്തരെത്തും. സനാതന ധർമ്മത്തിൽ അഭിമാനം കൊള്ളുന്ന എല്ലാവരും അവിടേക്ക് ഒഴുകിയെത്തും.